ഹലോ, ഞങ്ങൾ ഗുരുവായൂരമ്പലനടയിൽ എന്നുള്ള മൂവി കാണാൻ പോവാണ്. അപ്പോൾ ഒരു ഗെറ്റ് റെഡി കണ്ടാലോ? വീഡിയോ വളരെയധികം നേരം വൈകിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നതെന്നറിയാം, എല്ലാവരും ക്ഷമിക്കണം. ക്ലാസ് ഉണ്ടായിരുന്നു, പിന്നെ അതിനിടയ്ക്ക് കോളേജിൽ ക്യാമ്പ് വന്നു, പിന്നെ അത് മാത്രമല്ല വയ്യായിരുന്നു, ഒട്ടും പനിയൊക്കെ പിടിച്ചു. അതുകൊണ്ടാണ് നേരം വൈകിയത്. ആദ്യം തന്നെ ദക്ഷക്കുട്ടി ഡ്രസ്സൊക്കെ ഇട്ട് മാറ്റി വന്നിട്ടുണ്ട്. അവൾക്ക് മുടിയൊക്കെ കെട്ടിക്കൊടുത്തു, പിന്നെ ഐബ്രോ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ആൾക്ക് മേക്കപ്പ് ചെയ്യാൻ വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ തന്നെയാണ് കൂടുതലും ഒന്ന് സുന്ദരിക്കുട്ടിയാക്കി കൊടുക്കാറ്. ഓക്കെ, ഏകദേശമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആൾക്ക് ലിപ്സ്റ്റിക്ക് വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൾ തന്നെ ഇഷ്ടമുള്ളൊരു ഷെയ്ഡ് സെലക്ട് ചെയ്തു, ഇട്ടു. കഴിഞ്ഞപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി. പിന്നെ ഞാൻ മുടിയൊക്കെ ചീവി, നല്ല ജടയുണ്ടായിരുന്നു. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നായിരുന്നു. അപ്പോൾ പെട്ടെന്ന് മാറ്റിയിട്ട് പോവുകയാണ്. രാത്രി ഒരു 7 മണീൻ്റെ ഷോ ആണ്. അപ്പോൾ പെട്ടെന്ന് മാറ്റി മുടിയൊക്കെ കെട്ടി. അതിനുള്ളിൽ കൂടെ ദക്ഷക്കുട്ടി ഓരോ കമൻറ്റ് ഇങ്ങനെ വന്ന് പറയുന്നുണ്ട്, വീഡിയോയിലൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ആൾക്കിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മുഖത്ത് കുറച്ച് ലോഷനൊക്കെ തേച്ച് കൊടുത്തു. എന്താണെന്ന് വെച്ചാൽ ഈയിടെയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് കുരു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലാക്ടോ കലാമൈനാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. റെഡിയാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഐലൈനർ വരച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. ഞാൻ കുറേ ത്രെഡൊക്കെ ചെയ്തിട്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വളരെയധികം വൃത്തികേടായി കിടക്കുന്നത്. എന്നാലും ഒന്ന് ജസ്റ്റ് വരച്ചു കൊടുത്തു. അതിന് ശേഷം ഇതൊക്കെ അനിയത്തിൻ്റെ നിന്ന് അടിച്ചു മാറ്റിയാണ്. എൻ്റെ സാധനങ്ങളൊക്കെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു. ഇതും അവളുടെ തന്നെയാണ് ഫൗണ്ടേഷൻ. എൻ്റെ ഷെയ്ഡൊന്നുമല്ല, ഏതാണെന്ന് എനിക്കറിയത്തുമില്ല. പിന്നെ ലിപ് ബാം ഇട്ട് കൊടുത്തു, പിന്നെ ഒരു ലിപ്സ്റ്റിക്ക്. അതിൻ്റെ കൂടെ ഞാൻ ഒരെണ്ണം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ടത്. അടുത്ത വീഡിയോയിലേക്ക് വരുമ്പം പിന്നെ ജസ്റ്റ് ഒന്ന് സിന്ദൂരം തൊട്ട് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് പട്ടി ഷോ കാണും. ആദ്യം തന്നെ ദക്ഷക്കുട്ടി, പിന്നെ ഞാൻ. വെറും ഷോ ആണ്, പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്തു. ഞാനും ഏട്ടനും ഏടത്തിയമ്മയും ദക്ഷമോളും അതുപോലെ അനിയത്തിയും കൂടിയാണ് പോയത്. ഹൈലൈറ്റ് മാളിലായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അനിയത്തി ഓൾറെഡി ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തപ്പി പിടിച്ച് അതിനുള്ളിൽ കൂടെ ദക്ഷക്കുട്ടി എനിക്കത് വാങ്ങിത്തരണം ഇത് വാങ്ങിത്തരണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ തിരഞ്ഞ് നടക്കുകയാണ് എവിടെയാണ് സിനിമ എന്നുള്ളത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് തിയേറ്ററിൽ, ഈ ഹൈലൈറ്റിലുള്ള തിയേറ്ററിൽ പോകുന്നത്. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ തിയേറ്ററൊക്കെ കണ്ടുപിടിച്ചു, പടം കാണാൻ ഇരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ.